ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആർക്കും ഉപദ്രവമില്ലാത്തൊരു കാര്യത്തിന് ഒരു നുണ പറയുന്നത് വലിയ തെറ്റല്ല. സൂര്യമംഗലത്ത് നിന്ന് സരസ്വതി തമ്പുരാട്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പു ഓണ അവധി ഒരാഴ്ച മുമ്പേ എടുത്തു എന്നങ്ങ് പറയണം. അത് കൊള്ളാം രാജു. ആ, അച്ഛനെന്താ ജോലി? അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അമ്മയോ? അമ്മ ഒരു തുണിക്കടയില് സെയിൽസ് ലേഡി ആയിട്ട് ജോലി ചെയ്യുന്നു. അച്ഛനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്നെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നു. താന്തേ ഇവനെ പോലുള്ളമാരുടെ കൂടെ സിനിമാ തിയേറ്ററിലും ഐസ്ക്രീം പാർലറിലൊക്കെ കറങ്ങി നടക്കുന്നു. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി നേടി പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യേണ്ടതിന് പകരം അവന്റെയൊക്കെ ഒരു പ്രേമം മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനുമ്പ് തുടങ്ങി പ്രേമം, ഗിഫ്റ്റ് കൊടുക്കലും. പിന്നെ ഒരു ഷാജഹാനും മുംതാസും. ഈ വക അലവലാദികളുടെയൊക്കെ പുറകെ നടന്ന ജീവിതം കട്ട പുകയാവും വെച്ചേ. അല്ല, എങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്ത്? മൊബൈൽ ഫോണിൽ നിന്ന്. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ഒരു മീഡിയേറ്റർ. ചില കാര്യങ്ങള് സൈനഡാണ് ഈ മൊബൈൽ ഫോൺ. ഇവൻ നിനക്കൊരു ഹായ് ഇട്ടു, അത് കിട്ടേണ്ട താമസം നീയും അങ്ങോട്ടൊരു ഹായ് ഇട്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് തുടങ്ങി. മദ്യവും മയക്കുമരുന്നും പിന്നെ തരികിട പ്രേമവും. നിന്നെ ഞങ്ങള് പോലീസിന് കൊടുക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ നീയും അതിൽ ചെന്ന് പെട്ടുപോയതാണെന്ന് തോന്നിയതുകൊണ്ടാ. ദേ, മര്യാദയ്ക്ക് ജീവിക്കാൻ നിനക്കൊരു അവസരം തരുന്നു, അത്രേ ഉള്ളൂ. ക്ഷമിക്കേട്ടാ. ഇവനെ പോലെയുള്ള തല്ലിപ്പൊളികളെ പ്രേമിക്കരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളേടി. നിന്റെ ഫ്രണ്ട് ആയതിന്റെ പേരില് ഞാനും അവന്റെ ട്രാപ്പിൽ പെട്ടില്ലേ? ചേച്ചി, വിഷമിക്കാതപ്പോ. ഫ്രണ്ട്സിനെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോ അവരെങ്ങനെയുള്ളവരാണെന്ന് കൂടി പരിശോധിച്ചാൽ കൊള്ളാം. അപ്പോ ഇനി മേലെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടി, ഞാൻ വഴക്ക് പറഞ്ഞതില് ഒന്നും തോന്നണ്ട. ഇവനെ പോലത്തെ യൂസ്ലെസ്സുകളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡ് തരുമ്പോ ഒന്നും ആലോചിക്കണം. അതിവന് എവിടെന്ന് കിട്ടിയെന്ന്. വില കൂടിയ പല സമ്മാനങ്ങൾക്ക് പിന്നിലും ഒരു ചതി ഒളിച്ചിരിപ്പുണ്ടാവും. രാജു പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായി. തെറ്റ് തിരുത്തി ജീവിക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം. ഞങ്ങൾ കൊണ്ടുപോയി നിന്നെ നിന്റെ വീട്ടിലാക്കാം. ഞാൻ ഇനി അതിനൊന്നും പോവില്ല. ഇവനെ പോലുള്ളവനെയൊന്നും ഞാൻ അടുപ്പിക്കൂടിയില്ല. ഈ കുട്ടി പറഞ്ഞ കേട്ടല്ല, ഇവളുടെ പുറകെ നീ ഇനി നടന്ന അടി പാഴ്സല പറഞ്ഞേക്കാം. അതെ, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നും അല്ല, ഒരു വെൽവിഷറാ. നിങ്ങളെ ഞാൻ അഴിച്ചുവിടാം. അല്ല, നിങ്ങളുടെ പേരെന്താ? കാട്ടിക്കുളം സുനിൽ. പിന്നെ സുനിലിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. എഴുന്നേക്ക്. നമ്പർ പറഞ്ഞേ. നമുക്ക് പോവാം, പെട്ടെന്ന് വാ. നമ്പർ പറയണോ? എഴുതിക്കോ. 98. 98. ഓക്കെ, ശരി ശരി, പിന്നെ കാണേ.
ഇവിടെ പോലീസ് വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. വാ. ഇതെന്താ എല്ലാരും അവാർഡ് സിനിമയിലെ പോലെ മിണ്ടാതിരിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യ. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുകയോ വിഷമിക്കുകയോ അരുത്. കേട്ടോ പോ. കേട്ടു രാജുട്ടാ. എന്റെ അച്ഛൻ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. തെറ്റ് പറയുന്നത് ഒരു തെറ്റല്ല, തെറ്റിൽ നിന്ന് പഠിക്കാത്തതാണ് തെറ്റെന്ന്. അപ്പു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫ്രണ്ട് ചെയ്ത ഒരു തെറ്റിന് അറിയാതെ അപ്പുവും ശിക്ഷ അനുഭവിച്ചു. ശിക്ഷയെന്ന് പറഞ്ഞാ കുറച്ചു നേരത്തെ ടെൻഷൻ. ചേച്ചി, രാജുവേട്ടനും കൂട്ടി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? അങ്ങനെയൊക്കെ ആലോചിച്ച പിന്നെ ടെൻഷൻ അടിക്കാനേ പറ്റൂ. അപ്പോ അതുകൊണ്ട് കഴിഞ്ഞ കാര്യം അങ്ങ് മറന്നേക്ക്. അതല്ലേ നല്ലത്. ആ പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നു. ഇപ്പൊ ഈ നടന്ന ഒരു കാര്യവും വീട്ടിൽ ആരും അറിയണ്ട. ഏയ്, മറ്റൊന്നും കൊണ്ടല്ല. ഇതില് അപ്പു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വെറുതെ ഈ കാര്യം അറിയുമ്പോ ശേഖരൻ സാറിനും യാമിനും മാഡത്തിനും ടെൻഷൻ ഉണ്ടാവും. അത് വേണ്ടെന്ന് വെച്ചിട്ടാ. അപ്പോ രാജു പറഞ്ഞത് ശരിയാ. ആവശ്യമില്ലാതെ അപ്പു വഴക്ക് കേൾക്കേണ്ടി വരും. അതുമാത്രമല്ല, അമ്മയും ദീപക്കും ഇതറിഞ്ഞാ മതി. അച്ഛനെയും കൂടി വിവരം അറിയിച്ച് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കും. അവർക്കിപ്പോ ഇത് സന്തോഷമുള്ള കാര്യമല്ലേ? അതാ പറഞ്ഞേ വീട്ടിൽ ഈ കാര്യം അറിയരുതെന്ന്. അല്ല ചേച്ചി, അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ പോകുന്നത് എന്താന്ന് ചോദിച്ച? അതിനൊരു വഴിയുണ്ട്. ആർക്കും ഉപദ്രവമില്ലാത്തൊരു കാര്യത്തിന് ഒരു നുണ പറയുന്നത് വലിയ തെറ്റല്ല. സൂര്യമംഗലത്ത് നിന്ന് സരസ്വതി തമ്പുരാട്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പു ഓണ അവധി ഒരാഴ്ച മുമ്പേ എടുത്തു എന്നങ്ങ് പറയണം. അത് കൊള്ളാം രാജു. ആ, അല്ല, ആരെയും സരസ്വതി തമ്പുരാട്ടി?